ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് കോഡക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നും ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ സംസാരിച്ചു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. വെബ്സൈറ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് വെബ്സൈറ്റാണ്. നമ്മൾ ബാക്കി ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി ആയപ്പോലും, സോഷ്യൽ മീഡിയ ആയപ്പോലും അല്ലെങ്കിൽ SEO ആയപ്പോലും, ഏതൊരു ആക്ടിവിറ്റി ആയപ്പോലും നമ്മൾ ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിലേക്കാണ്. സോ നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് വെബ്സൈറ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ആദ്യമേ തന്നെ വേണ്ടത് വെബ്സൈറ്റാണ്. സോ വെബ്സൈറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക, എങ്ങനെയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വാട്ട് ഈസ് വെബ്സൈറ്റ്? എന്താണ് വെബ്സൈറ്റ്? വളരെ ചുരുക്കി പറഞ്ഞാൽ, ഒരുപാട് വെബ് പേജസുകളെ ഒരു ഹൈപ്പർ ലിങ്ക് വഴി ഒരു വെബ് സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് വെബ്സൈറ്റ്. ഇത് യൂസേഴ്സിന് ഓൺലൈൻ വഴി ആക്സസ് ചെയ്യാവുന്ന ഒന്നാണ്. വെബ്സൈറ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യാനും, നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനുമുള്ള ഒരു ഓൺലൈൻ സ്പേസാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് വെബ്സൈറ്റ്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് വെബ്സൈറ്റിന്. പക്ഷേ മെയിനായിട്ടുള്ള വെബ്സൈറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്: ഓൺലൈൻ പ്രസൻസ്, അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും, ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഇൻക്രീസ് ചെയ്യാനും, നമ്മുടെ കണ്ടൻറ്റ് ഷോക്കേസ് ചെയ്യാനും, അതുപോലെ തന്നെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും, കസ്റ്റമറായിട്ടുള്ള ഇൻട്രാക്ഷനും, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പല ടൈപ്പ് വെബ്സൈറ്റുകളുണ്ട്. അതിലൊന്നാണ് കൊമേഴ്സ് വെബ്സൈറ്റ്. അതായത് നമ്മുടെ ആമസോൺ പോലത്തുള്ള വെബ്സൈറ്റുകളാണ് കൊമേഴ്സ് വെബ്സൈറ്റിൽ വരുന്നത്. പിന്നെ ബിസിനസ് വെബ്സൈറ്റ് ഉണ്ട്, LMS ഉണ്ട്, ബ്ലോഗ് വെബ്സൈറ്റ് ഉണ്ട്, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് ടൈപ്പ് വെബ്സൈറ്റുകൾ നമുക്കുണ്ട്. ഇനി ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ള ഒരു വെബ്സൈറ്റ് നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു ഡൊമെയിനാണ്. എന്താണ് ഡൊമെയിൻ? ഡൊമെയിൻ എന്നാൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ ഇൻ്റർനെറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു യൂണിക് നെയിമാണ്. അതായത് ഇൻ്റർനെറ്റിലെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. www.google.com അതല്ലെങ്കിൽ www.creativecodex.in എന്നുള്ളതൊക്കെയാണ് വെബ്സൈറ്റിൻ്റെ ഡൊമെയിൻ അഡ്രസ്സുകളുടെ എക്സാമ്പിളുകൾ. ഇനി ഒരു ഡൊമെയിൻ അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ HTTPS എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർഡ് എന്നാണ്. അതുപോലെ തന്നെ HTTP വരെയുണ്ട്, S ഇല്ലാതെ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റീവ് കോഡക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിമാണ്, അതായത് ഡൊമെയിൻ്റെ നെയിമാണ്. അതിനുശേഷം ഡോട്ട് കഴിഞ്ഞിട്ട് ഇന്ന് വരും, ചിലപ്പോൾ .com വരും. ആ എന്നുള്ളത് എക്സ്റ്റൻഷനാണ്. നെക്സ്റ്റ് ഒരു സ്ലാഷ് വന്നതിന് ശേഷം ഉള്ളതാണ് സർവീസ്. സർവീസ് എന്നുള്ളത് ഒരു പാത്താണ്. അതായത് നമ്മൾ ആ വെബ് പേജിൽ എവിടെ എത്തി നിൽക്കുന്നു അതാണ് നമ്മൾ ആ സ്ലാഷിന് ശേഷം വരുന്ന ഏതൊരു സെക്ഷൻ ആയപ്പോഴും. ചിലപ്പോൾ സർവീസ് ആയിരിക്കാം, ചിലപ്പോൾ ബ്ലോഗ് പേജ് ആയിരിക്കാം. നമ്മൾ ഏത് പേജിൽ എത്തി നിൽക്കുന്നോ അതായിരിക്കും അവിടെ കാണിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ, നമുക്ക് ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് എക്സ്റ്റൻഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. .com എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെബ്സൈറ്റിനെയാണ് .com എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ള വെബ്സൈറ്റാണ് .org. അതുപോലെ തന്നെ .net ഉണ്ട്, .edu ഉണ്ട്. ഇനി .gov എന്ന് പറയുന്നത് ഗവൺമെൻറ് വെബ്സൈറ്റാണ്. .mil എന്ന് പറയുന്നത് മിലിറ്ററി ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രി വെബ്സൈറ്റുകളാണ്, കൺട്രി എക്സ്റ്റൻഷൻസ് ആണ്. .in എന്ന് പറയുന്നത് ഇന്ത്യയെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ .uk ഉണ്ട്, .us ഉണ്ട്. ഏത് കൺട്രീനെയാണോ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന
ഡൊമൈൻ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ വെബ്സൈറ്റിനെ സംബന്ധിച്ചുള്ള വളരെ ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ എന്താണ് ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവുള്ളൂ. സോ നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി വീഡിയോ റീവാച്ച് ചെയ്യുക. ജസ്റ്റ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയിലുണ്ടായ സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. നമ്മൾക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.